ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റ് ചാറ്റ്. അപ്പോൾ ഗായ്സ്, ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എന്ത് ഉണ്ടാക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ചുമ്മാ ഒന്ന് ഓൺലൈനിൽ ഇങ്ങനെ ഒന്ന് പരത്തി നോക്കിയപ്പോഴത്തേക്കും കിട്ടിയ ഒരു റെസിപ്പിയാണ് മുട്ടച്ചോറ്. ഞാൻ കണ്ടു നോക്കിയപ്പോൾ അത്യാവശ്യം റിഫ്രഷിംഗ് ടേസ്റ്റ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി സാധനം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മല്ലിയില, ഒരു കൈപ്പിടി മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ കുറച്ച് കൊച്ചുള്ളി പൊളിച്ചത് ഒരു 4-5 എണ്ണം, 2 പച്ചമുളക്, എരിവിനനുസരിച്ച് 2 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്തിട്ട് നമുക്കൊരു ജാറിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആ മിക്സ്ചർ അവിടെ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന മല്ലിയില, പുതിനയില, അതിൻ്റെയൊക്കെ ആ കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി വേവിച്ചെടുക്കുക. 5 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. ആ കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഈ കൂട്ടോ ആ പാനിൻ്റെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. ചിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ചിക്കിയെടുക്കുക. എന്നിട്ട് സൈഡിൽ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മസാലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരി, ബസ്മതി അരിയാണ് വേവിച്ചത്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എരിവ് ആദ്യം ചേർത്ത പച്ചമുളക് എനിക്ക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് എനിക്ക് എരിവ് വേണ്ടി വന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് ഷ്രെഡഡ് കോക്കനട്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിട്ടതിന് ശേഷം ചെറു തീയിൽ വേണം ഇട്ട് സോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായി ഒരു 5 മിനിറ്റും കൂടെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ചോറ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷിന് ഒന്നും ആവശ്യമില്ല, ചുമ്മാ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റിഫ്രഷിംഗ് ടേസ്റ്റുള്ള ഈസി മുട്ടച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വേറൊരു ദിവസം കാണാം വേറൊരു വീഡിയോ ആയിട്ട്. പിന്നെ മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.